നമസ്കാരം. അതെ, ഞാൻ കല്ലടമുട്ടി പിടിക്കാൻ പോവാണേ. വേറൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഭയങ്കര മറിച്ചിൽ, ഇഷ്ടംപോലെ മീൻ കാണുന്നുണ്ട്. ഞാനത് കാണിക്കാവേ. ഇതുണ്ടോ, ഭയങ്കര മറിച്ചിലാണ്. ഉണ്ടോ, ഇത് വേറൊരു സ്ഥലമാണ്. പിന്നെ മറിച്ചിലാണെന്നുണ്ടോ, മുഴുത്ത കല്ലടമുട്ടിയാണ്. ഇത് ഇവിടെ നിന്നാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മോട്ടറായത് ഇവിടെ നിന്ന് ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ടോ, കല്ലടമുട്ടി മറിയുന്നതുണ്ടോ, ഭയങ്കരമായിട്ട് മറിയുന്നുണ്ട്. അപ്പം അപ്പുറത്ത് ആ മോട്ടോർ കരയിലോട്ട്, ഞാൻ കാണിച്ച മോട്ടോർ കരയിലോട്ട് നമുക്കൊന്ന് പോവാം. എല്ലാം കല്ലിറക്കിയിട്ടിരിക്കുക, കല്ലുകെട്ട് ശരിയാക്കാൻ. മോട്ടോർ കാറ പുതിയതായിട്ട് പണിതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് വെട്ടയ്ക്കുന്നുണ്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഇവിടെ നിന്ന് ഇടാമെന്ന് വെച്ചത് തന്നെ. ഇടാകുമ്പോൾ നല്ല സൗകര്യമുണ്ട്. ഉണ്ടോ, മറിച്ചിലുണ്ടോ, അന്യായം മറിച്ചില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ പരിപാടി തുടങ്ങാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല സെറ്റപ്പ് അതുണ്ടോ, അങ്ങോട്ട് മൊത്തം ഇവിടെ കൃഷി ആരംഭിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇഷ്ടംപോലെ മീനുണ്ട്. ഇടാമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ തീറ്റ ഒന്ന് ഇട്ട് നോക്കാം. മറിച്ചിലുണ്ട്. ആദ്യത്തെ തീറ്റ ഒന്നിട്ട് ഇവിടുത്തെ സ്ഥിതിഗതി എങ്ങനെയാണെന്നൊന്ന് അറിയാം. അന്യായം മറിച്ചില്ല, നല്ല രസമുണ്ട് കണ്ടിട്ട്. എന്തായാലും കിട്ടുമെന്നറിയാം. ചിലയിടത്ത് ഇങ്ങനെ മറിച്ചിൽ കണ്ട് നമ്മൾ ഇട്ടെന്നാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എന്നാലും അതേ കൊത്തിയിട്ടുണ്ട്. ആദ്യത്തെ കൊത്തി അവനെ കൊണ്ടുപോയോ ഇല്ലെന്നറിയത്തില്ല. തീറ്റ കൊണ്ടുപോയെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് വലിച്ചു നോക്കാം. ഉണ്ട് ഫസ്റ്റ്. ഇത് കിട്ടുന്നില്ല. ഉണ്ടോ, ഫസ്റ്റ് മീനാണ്. നമുക്ക് പിന്നെ ബക്കറ്റിനകത്ത് ഇടാം. ബക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ മീനാണ്. ഈ ബക്കറ്റിനകത്തോട്ട് ഇടാം. ബക്കറ്റിനകത്ത് ഇട്ടാൽ മാത്രം പോരെ, ഇച്ചിരി വെള്ളം എടുക്കണം. ചെണ്ടോട്ടാ ഇവിടെ നിന്ന് ഇച്ചിരി വെള്ളം എടുക്കാം നമുക്ക്. ഓടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കാം. രണ്ടാമത്തെ തീറ്റ. ഇച്ചിരി ആഴം കൂട്ടെ. വരാലിൻ്റെ കുഞ്ഞും ഇവിടെ മറിയുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കാര്യമുണ്ട്. രണ്ടാമത്തെ കൊത്തിയിട്ടുണ്ട്, ചെറുതായിട്ട് കൊത്തിയിട്ടുണ്ട്. ഉണ്ടേ. ഇത് രണ്ടാമത്തെ അത് ശരി മുഴുത്ത കേട്ടോ. എല്ലാവരും ബക്കറ്റിൽ കിടക്കട്ടെ. മൂന്നാമത്തെ തീറ്റയാണ്. തീ മറിയുന്നിടത്തൊന്ന് ഇട്ട് നോക്കാം. അതും കൊത്തിയിട്ടുണ്ട്. ഇന്ന് പൊളിക്കുമെന്ന് തോന്നുന്നു. ഇട്ടാൽ ഉടനെ തന്നെ കൊത്തിയേക്കാണ്. കണ്ടത് ഇവിടെയാണ് കൊത്തിയിട്ടുണ്ട്. മുഴുത്ത തീറ്റ ആയത് കാരണം അവൻ കൊത്തി താത്തുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് എന്തായാലും വലിച്ചു നോക്കാം. തീറ്റ പോയി, കൊത്തി കൊണ്ടുപോയി. അതെന്തായാലും വലിച്ചു നോക്കാം. അവിടെ ഇച്ചിരി സൈസ് വരാം. ആ സൈസ് കല്ലടമുട്ടയാണ്. ഇതുണ്ടത്, ഈ കല്ലടമുട്ടയുണ്ട്, നല്ല സൈസാണ്. ഉണ്ടോ, ഒരു 50 ഗ്രാം അടുത്തുണ്ട്. 50 ഗ്രാം മേളിലുണ്ട്. സൈസ് കല്ലടമുട്ടി. ഇത് നാടൻ കല്ലടമുട്ടി. കിടക്കട്ടെ. കത്തിക്കൊണ്ട് പോകണം. വേണ്ടത് അതും വലിയ കുഴപ്പമില്ല. ഇതുണ്ട്, ഒരു പോകാതിരുന്നാൽ മതി. കുത്തിത്താത്തു വലിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അതാ ഒരു പ്രശ്നം. ഇത്തവണ കിട്ടും. കിട്ടി. അടുത്തത് കൊണ്ടുപോട്ടെ. അവനും കിട്ടിയിട്ടുണ്ടേ. ചെറുതാ. അന്യായ വെയിലാണ്.
കൊത്തി വലിച്ചോട്ട് പോവുകയാണ്. അത് ഇച്ചിരി സൈസ് കല്ലട മുട്ടിയാണ്. അയ്യോ അത് കിട്ടുന്നില്ല. കേട്ടോ ഇച്ചിരി സൈസ് കല്ലട മുട്ടി ഇതുണ്ടോ. പെരുത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ പെരുത്തതുണ്ടോ. അയ്യോ അത് പോയി, വെള്ളത്തിൽ പോയി. അയ്യോ മുഴുത്ത കല്ലട മുട്ടിയായിരുന്നു. പുറത്തോട്ട് വെയിലടിച്ചിട്ട് ഒരു രക്ഷയില്ല. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു പണി ചെയ്യട്ടെ. എൻ്റെ കയ്യിലൊരു കുടയുണ്ട്, അത് ഇവിടെ ഒന്ന് വെച്ച് സെറ്റപ്പ് ആകാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പുറം പൊള്ളും. കുട വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നിൽക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. കുത്തി വലിച്ചുകൊണ്ട് പോവുക. അവിടെ കിട്ടി. ഇവിടെ ഇവിടെ ചെറുതാണ്. കുത്തിയിട്ടിട്ട് കൊണ്ടുപോകുന്നു. ഇച്ചിരി കൊടുത്താണ്. വേണ്ടോ ഇച്ചിരി കൊടുത്താ അല്ലേ. വേണ്ട ഇച്ചിരി കൂടെ. അല്ല കല്യാണം കുട്ടിയാണ്. ഇത് നമ്മുടെ ഇന്ന് പോയ അത്ര തന്നെയാണ്. ഇതുണ്ടോ ആദ്യം പോയില്ലേ, ആ പോയ സൈസാണ്. ഇതുണ്ടോ കൊണ്ടുപോവുകയാണ്. ചെറുതാണ്. പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നു കേട്ടോ. ഇതിങ്ങനെ വെക്കുന്നതിന് നമ്മൾ ഞൊടിക്കുക എന്ന് പറയേ. അത് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന് ഇതുപോലെ പോള ഉണ്ടെങ്കിൽ പോള മാറാനും, രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് മീൻ എവിടെയെങ്കിലും ദൂരെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെള്ളം അനങ്ങുന്ന കേൾക്കുമ്പോൾ ഓടി വരും. അപ്പോൾ അങ്ങനെ രണ്ട് ഉദ്ദേശത്തിലാണ് ഈ ഞൊടിക്കുന്ന പരിപാടി ചെയ്യുന്നത്. കൊണ്ടുപോവുകയാണ്. ഇതേ വരുന്നു. അല്ലേ പോര്. ഇതും ചെറുതാണ്. എനിക്ക് ഇന്ന് കിട്ടിയ കല്ലട മുട്ടിയാണ് അത് ഈ കാണുന്നത്. ഞാനത് കരക്കെടുത്ത് കാണിക്കാതെ. കേട്ടോ ഇത്രയും കല്ലട മുട്ടിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും നമുക്ക് കാണാവേ. അപ്പോഴേക്കും ബൈ.